ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ഭഗവാൻ നാരായണൻ്റെ മനുഷ്യരൂപത്തിലുള്ള ശ്രീരാമ അവതാരത്തെ പറ്റിയാണ് പറഞ്ഞത്. ഭഗവാൻ ഓരോ അവതാരങ്ങൾ എടുക്കുമ്പോഴും ആ അവതാരത്തിന് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അതിനനുസരിച്ചിട്ട് ദേവന്മാർ, മറ്റ് എല്ലാ ശക്തികളും, പ്രപഞ്ചം തന്നെ അതിനനുകൂലമായി വർത്തിക്കും. പ്രഭു നാരായണൻ നരരൂപത്തിൽ ജനിച്ചു കഴിഞ്ഞു. രാവണ നിഗ്രഹമാണ് ഭഗവാന്റെ ജന്മോദ്ദേശം. അതുകൊണ്ട് തന്നെ ദേവന്മാർ വാനര രൂപത്തിൽ ജനിച്ചു. ദേവന്മാർ കിട്ടിയ വാനര സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഇന്ദ്രൻ പുണർന്ന വാനരിയിൽ നിന്നും ഇന്ദ്ര തേജസ്സോടെ ബാലി ജനിച്ചു. സൂര്യൻ പുണർന്നപ്പോൾ അവളിൽ സൂര്യ തേജസ്സോടെ സുഗ്രീവൻ ജനിച്ചു. ഇരുവരും കിഷ്കിന്ധയിലെ ഫലമൂലങ്ങൾ തിന്ന് വളർന്നു. തേജസ്സിൽ നിന്നും തേജസ്സും സമ്പത്തിൽ നിന്നും സമ്പത്തും ഉണ്ടാകുന്നു. ബാലിയിൽ നിന്നും അംഗദൻ ജനിച്ചു. ബ്രഹ്മാവിൽ നിന്നും ജാമ്പവാൻ, വായുവിൽ നിന്നും ഹനുമാൻ, വരുണനന്ദനൻ ഹേമകൂടൻ, യമന് വാനരപുത്രന്മാർ 5, ശിവനിൽ നിന്നുണ്ടായ വാനരൻ കേസരി. സാലവൃക്ഷം പോലെ ഇവർ ദിനം തോറും വളർന്നു. അഗ്നിക്ക് ജനിച്ച പുത്രൻ സേനാപതി നീലൻ, കുബേരപുത്രൻ പ്രമാധി, ധന്വന്തരപുത്രൻ സുശേഷണൻ. പിതാവ് സുശേഷണന് സർപ്പവിദ്യയും വൈദ്യവും നൽകി. സുശേഷന് പുത്രരായി മഹേന്ദ്രനും ദേവേന്ദ്രനും ജനിച്ചു. ചന്ദ്രപുത്രൻ ദതിമുഖൻ. ഇങ്ങനെ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ സഹായിക്കുന്നതിനായിട്ട് പല രൂപങ്ങളിൽ ദേവന്മാർ പല സ്ഥലങ്ങളിൽ അവതരിച്ചു. ഇവിടെ അയോധ്യയിൽ സന്തോഷം അലതല്ലുകയാണ്. 4 രാജപുത്രന്മാരാണ് ജനിച്ചിരിക്കുന്നത്. അവരുടെ ചോറൂണ് നടത്തണം. രാജാക്കന്മാരെ എല്ലാവരെയും അയോധ്യയിൽ ക്ഷണിച്ചു വരുത്തി. വസിഷ്ഠമുനി വലിയ ആനന്ദത്തോടുകൂടി വന്ന് ക്രിയകൾ നടത്തി. ദശരഥൻ 4 പേരെയും മടിയിലിരുത്തി 4 പേർക്കും മധുരാന്നവും ജലവും നൽകി. 4 കുമാരവദനങ്ങളിൽ കൗതുകം പൂണ്ടു. അതിഥികളെല്ലാവരും രത്നങ്ങളും സ്വർണങ്ങളും സമ്മാനിച്ചു. നിറഞ്ഞ മനസ്സോടെ രാജധാനിയിലെത്തിയവരെല്ലാവരും ആലോചിച്ചു, ഉണ്ണികൾക്ക് എന്ത് പേര് നൽകും? വാൽമീകി നിരന്തരം ജപിക്കുന്ന ആ മന്ത്രം തന്നെ കൗസല്യാപുത്രന് നാമമായി നൽകി. രാമൻ. കൈകേയി പുത്രന് ഭരതൻ എന്ന് നാമം നൽകി. സുമിത്രയിൽ ഇരട്ട പിറന്നവരിൽ മൂത്തയാൾ ലക്ഷ്മണൻ, ഇളയാൾ ശത്രുഘ്നൻ. ഇങ്ങനെ 4 പേരുടെയും പേര് ശ്രവിച്ച മഹാരാജാവ് വീണ്ടും ദാനം നൽകി. 1000കണക്കിന് കർവപശുക്കളെ നൽകി വസിഷ്ഠനെ യാത്രയാക്കി. അങ്ങനെ വസിഷ്ഠനാണ് ദശരഥപുത്രരുടെ അന്നപ്രാശവും നാമകരണവും ചെയ്തത്. 5ാം വയസ്സിൽ കുമാരന്മാർ വേദാഭ്യാസത്തിനും ശാസ്ത്രാഭ്യാസത്തിനുമായി വസിഷ്ഠമുനിയുടെ ഭവനത്തിലെത്തി. അക്ഷരവും വാക്കും അക്കവും സംഖ്യയും പഠിച്ചു കഴിഞ്ഞു. 8 പാഠം പഠിച്ചു. വ്യാകരണവും കാവ്യശാസ്ത്രവും സ്മൃതിയും വേദവും പഠിച്ചു. പഠിക്കാത്ത വിദ്യയൊന്നുമില്ല. 14 ദിവസം കൊണ്ട് എല്ലാ വിദ്യയും ശ്രീരാമൻ പഠിച്ചു കഴിഞ്ഞു. ഗുരുവിനെ നമസ്കരിച്ചു. ആയുധവിദ്യ വശമാക്കി. 4 കുമാരന്മാരും മല്ലയുദ്ധം പഠിച്ചു. രാമൻ്റെ കഴിവിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു. രാമന് കഴിയാത്തതൊന്നുമില്ല.
അങ്ങനെ വസിഷ്ഠൻ്റെ ശിക്ഷണത്തിൽ 4 കുമാരന്മാരും നാനാതരത്തിലുള്ള വിദ്യകളും അഭ്യസിച്ചു. ഈ സമയമായപ്പോഴേക്കും ലക്ഷ്മീദേവി ജനിച്ചു. മിഥിലയിലെ രാജാവ് ജനകനാണ്. അദ്ദേഹം യജ്ഞത്തിനായി സ്വന്തം കൈകൊണ്ട് കലപ്പ പിടിച്ച് ഭൂമി ഉഴുകയായിരുന്നു. അപ്പോൾ ഉർവശി ആകാശത്തിലൂടെ കടന്നുപോയി. രാജാവ് മുകളിലേക്ക് നോക്കി മോഹിച്ചു. പെട്ടെന്ന് രേതസ് ഭൂമിയിൽ പതിച്ചു. ഭൂമി അപ്പോൾ ഋതുമതിയായിരുന്നു. ഭൂമിദേവി ഗർഭിണിയായി. ആ ഗർഭം വളരെ കാലം ഒരു മുട്ടയായി ഭൂമിയിൽ കിടന്നിരുന്നു. കലപ്പ കൊണ്ട് അതുടഞ്ഞു. ലക്ഷ്മീദേവിക്ക് സമാനമായ പെൺകുട്ടി പുറത്തു വന്നു. മിന്നൽക്കൊടിയുടെ കാന്തിയുള്ള ആ കുട്ടി കരഞ്ഞപ്പോഴേക്കും ആകാശത്തു നിന്നും ദൈവവചനം കേട്ടു. യജ്ഞഭൂമിയിൽ നിന്നും ജനിച്ച ഈ കന്യക അങ്ങയുടെ മകളാണ്, വളർത്തിക്കൊള്ളുക. ഇത് കേട്ടപ്പോൾ ജനക മഹാരാജാവിന് വലിയ സന്തോഷമായി. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് വന്നു. ആരെയെങ്കിലും വേദനിപ്പിച്ച് കവർന്നു കൊണ്ടുവന്നതാണോ ഈ കുഞ്ഞ് എന്ന് അന്തഃപുരത്തിൽ പത്നി ചോദിച്ചു. യജ്ഞഭൂമിയിൽ നിന്നും കിട്ടിയ എൻ്റെ മകളാണിത് എന്ന് ജനകൻ മറുപടി പറഞ്ഞു. ദിനംതോറും വാത്സല്യം വളർന്നു വന്നു. ചാമരം പോലെയുള്ള കേശങ്ങൾ, തൊണ്ടിപ്പഴം പോലുള്ള അധരങ്ങൾ, അങ്ങനെ ഒരു അതീവ സുന്ദരിയായി ജനകപുത്രി വളരുകയാണ്. ഭഗവാൻ നാരായണനെ പോലും മയക്കുന്ന രൂപ ലാവണ്യമായിരുന്നു ജനകപുത്രിക്ക്. ഭൂമിയിൽ നിന്നും കിട്ടിയതിനാൽ ദേവിക്ക് സീത എന്ന് നാമകരണം ചെയ്തു. ഇതോടുകൂടി 4 കുമാരന്മാരുടെ വിദ്യാഭ്യാസവും അതുപോലെ സീതാദേവിയുടെ ജനനവും നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ കുമാരന്മാരുടെ നാമകരണം വസിഷ്ഠ മഹർഷിയാണ് ചെയ്തതെന്നും പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇതേപോലെ കഥകളായി നമുക്ക് മുമ്പോട്ട് പോകാം. മാധവത്തിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നാമം ജപിക്കുക, ഏകാദശി വ്രതങ്ങളൊക്കെ എടുക്കുക. വ്രതങ്ങൾ എടുക്കാൻ കഴിയാത്തവർ പ്രാർത്ഥനയെങ്കിലും ചെയ്യുക. ദിവസവും രാമനാമം ജപിക്കുക. രാമകഥ പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും പുണ്യമാണ് എന്ന് ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ട് എല്ലാവരും മുമ്പോട്ട് പോകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നെ പോകണം. എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ കഥകളൊക്കെ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.